ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. നഗര റോഡ് വികസനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കിനെതിരെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി LDF പ്രവർത്തകർ. 21-ാം തീയതിക്കകം റോഡ് ടാറിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ വാട്ടർ അതോറിറ്റി ചെയ്തു നൽകണമെന്ന കർശന നിർദ്ദേശമാണ് സമരക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. മൂവാറ്റുപുഴ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യുന്നില്ല എന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് LDF പ്രവർത്തകർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തിയത്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കേണ്ട ജോലികൾ വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. എന്നാൽ വാട്ടർ അതോറിറ്റി കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിനാൽ റോഡ് നിർമ്മാണം സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മർച്ചന്റ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ സമരവുമായി രംഗത്തു വന്നിരുന്നു. നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും കൃത്യമായ വർക്ക് മുന്നോട്ടു പോയിരുന്നില്ല. വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് LDFന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. ഇന്നലെ മഴയായിരുന്നു, ഇപ്പൊ അടുത്ത ദിവസം തന്നെ മഴ പെയ്തോളൂ. ഇതിന്റെ ശരിയായ വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. MLA ഇവിടെ യോഗം വിളിച്ചുകൊണ്ട് MLA പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങളാണ് ഭരിക്കുന്ന പാർട്ടി. MLA പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് അയാൾ പരസ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കോൺട്രാക്ടറുടെ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് പുറത്തേക്ക് ഇതായിട്ട് പറയുന്നത്. ചില ആളുകളോട് നിങ്ങൾ പറയുന്നത് കാശ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. നഗരവികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് KRF-ന്ന് നിങ്ങൾക്ക് ഉൾപ്പെടെ വാട്ടർ അതോറിറ്റിക്ക് ഉൾപ്പെടെ PWD മറ്റേ നമ്മുടെ KSEBക്ക് ഉൾപ്പെടെ കൃത്യമായ ഫണ്ട് കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ഫണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇല്ല എന്നുള്ളതില്ലല്ലോ. കൃത്യമായ ഫണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് ഇങ്ങനെ ഡിലേ ആവുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു പറ്റും. ഇന്ന് തന്നെ പണികൾ ആരംഭിക്കാമെന്നും വരുന്ന 6 ദിവസത്തിനുള്ളിൽ ടാറിങ്ങിനാവശ്യമായ വാട്ടർ അതോറിറ്റിയുടെ പണികൾ തീർത്തുകൊടുക്കാം എന്ന ഉറപ്പിനെ തുടർന്നാണ് LDF പ്രവർത്തകർ പിരിഞ്ഞത്. ഈ നഗരവികസനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന വർക്കെല്ലാം ചെയ്യുന്നത് ഒറ്റ കാര്യം മാത്രം പറയാം, ഭീഷണിയോ അല്ലെങ്കിൽ മറ്റേതോ അല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയാം, 6 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന വർക്ക് തീർക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും അഡീഷണൽ ടീമിന് വേണമെങ്കിൽ അഡീഷണൽ ടീമിനെ വെച്ച് തരാം. പറയുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്തു തരാം. ആ കാര്യത്തിൽ എന്താണ് കുറവെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ 6 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന വർക്ക് പൂർത്തീകരിച്ച് ഇവർക്ക് ടാറിങ് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് ചെയ്തില്ലെങ്കിൽ 21-ാം തീയതി ഞങ്ങൾ പോകേണ്ട സ്വാഭാവികമായി നിങ്ങൾക്കും പോകാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. 21-ാം തീയതി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും LDF പ്രവർത്തകർ പറഞ്ഞു. മൂവാറ്റുപുഴ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട വർക്കുകൾ പെൻഡിങ് ആകുന്നതിന് മുഖ്യമായ തടസ്സം വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട പൈപ്പ് ലൈനിലെ ഷിഫ്റ്റിംഗ് ആണ്. അത് യഥാസമയം നടത്താതെ വളരെ ഉദാസീനതയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കരാറുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂവാറ്റുപുഴയിലെ നേതാക്കന്മാർ, മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ഒരു അഭിമുഖം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 6 ദിവസത്തിനകം ഈ പൈപ്പ് ലൈൻ ഷിഫ്റ്റിംഗ് പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുണ്ട്. 21-ാം തീയതിക്കകമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഘെരാവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്തുവിടാത്ത വിധത്തിൽ ശക്തമായ സമരവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ വൻ പിന്തുണയോടുകൂടി ഇവിടെ എത്തും എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻ MLA ബാബു പോൾ, CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ, CK സോമൻ, KG അനിൽകുമാർ, സജി ജോർജ്, നഗരസഭാ കൗൺസിലർമാരായ PM സലീം, R രാകേഷ്, സുധാ രഘുനാഥ്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.